പൊതുവിൽ ഭഗവാന്റെ പ്രശസ്തി എന്ന് പറയുന്നത് തൊഴിൽ കിട്ടാൻ പ്രയാസമുള്ള ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം എന്നാണ്. അങ്ങനെ ആനത്തലുള്ളൊരു ദൈവമായിട്ട് മഹാഗണപതി നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കപ്പെടും. അങ്ങനെ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഈ അഭിപ്രായം. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തിന്റെ ഹൃദയഭാഗമായിട്ടൊന്ന് കണക്കാക്കുന്നത് എടപ്പള്ളിയാണ്. എടപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇന്ന് വരുന്നത് ഏത് സ്ട്രക്ചറാണ്? ഒന്നെങ്കിൽ ലുലുമാൾ, അല്ലെങ്കിൽ എടപ്പള്ളി പള്ളി. രണ്ടും നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള കേന്ദ്രങ്ങൾ തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ എടപ്പള്ളി ആക്കിയ ഒരാള് എടപ്പള്ളിയുടെ കുറച്ച് ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. എറണാകുളം സന്ദർശിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും മുടങ്ങാതെ പോവാൻ ശ്രമിക്കുന്ന ക്ഷേത്രം എടപ്പള്ളി കൊട്ടാരക്കെട്ടിൽ വാഴുന്ന സാക്ഷാൽ മഹാഗണപതി ക്ഷേത്രം. ആ ഭഗവാനെ സ്മരിക്കാതെ ഒരു കർമ്മവും ആരംഭിക്കുക എന്നുള്ളത് പതിവില്ല. നിങ്ങൾക്ക് അറിയാം, മുടിയേറ്റിന് പോലെ അവിടെ ഗണപതി പൂജ കഴിഞ്ഞിട്ടുണ്ടാവും മിക്കവാറും. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടൊരു കീർത്തനം വായിച്ചതിന് ശേഷം നമുക്ക് പ്രഭാഷണത്തിലേക്ക് പോവാം. എടപ്പള്ളി ഗണപതി ഭഗവാനെ കുറിച്ച് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നാട്ടുകാരനാണ് ഭഗവാൻ. ഞാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും പൊതുവിൽ ഭഗവാന്റെ പ്രശസ്തി എന്ന് പറയുന്നത് തൊഴിൽ കിട്ടാൻ പ്രയാസമുള്ള ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം എന്നാണ്. എടപ്പള്ളി സ്വരൂപത്തിന്റെ പരദേവതാ സ്ഥാനം അലങ്കരിക്കുന്ന ആ ഭഗവാനെ വിശേഷിച്ച് ഉത്സവാദി കർമ്മങ്ങളൊന്നും പതിവില്ല. വിനായക ചതുർത്ഥി ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ കൊട്ടാരക്കെട്ടിനകത്ത് കയറി തൊഴുന്നൊരു സമയമുണ്ട്. രാവിലെ എത്ര സമയം ഞാൻ അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്ത് കയറുമ്പോൾ ഭഗവാന്റെ മനോഹര രൂപം നമുക്ക് പുറത്തുനിന്ന് കാണാൻ സാധിക്കും. 16 കൈകളോട് കൂടിയിട്ടുള്ള ഗണപതി വിഗ്രഹമാണ് അവിടെ ഉള്ളതെന്നാണ് സങ്കല്പം. 16 കൈയാണ് ഭഗവാൻ. ഒപ്പം തന്നെ പത്നി സമേതനായിട്ടുള്ള ഗണപതിയാണ് എടപ്പള്ളി ഇരിക്കുന്നതെന്നാണ്. ഭാര്യയുണ്ട്. നമ്മളെ വിചാരം ഭഗവാൻ കല്യാണം കഴിച്ചില്ല എന്നാണ്. ഗണപതി കല്യാണം എന്നൊരു സേയിങ് തന്നെ മലയാളത്തിലുണ്ട്. സിദ്ധിയും ബുദ്ധിയുമാണ് ഭഗവാന്റെ പ്രതിസ്ഥാനത്ത് അലങ്കരിക്കുന്നത്. ഒരു ഭാഗത്ത് സിദ്ധി, ഒരു ഭാഗത്ത് ബുദ്ധി. അത് രണ്ടിൻ്റെയും അധിപനായിട്ടാണ് മഹാഗണപതി ആരാധിക്കുന്നത്. ഞാനിത് തുടങ്ങുന്നതിന് മുമ്പ് ഭഗവാനെ ഓർക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്രിയപ്പെട്ടവരെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സനാതനധർമ്മം എന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ ജീവിക്കുന്ന ഈ സംസ്കാരത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വളരെയധികം സ്മാർട്ടാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഫോണിലൊക്കെ ചാറ്റ് GPT-യും ജെമിനിയും ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ ഉള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI എന്നുള്ളൊരു സാധനമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നോർമൽ ഇന്റലിജൻസ് ഉണ്ട്, സ്വാഭാവികമായിട്ടുള്ള ബുദ്ധി. അതുകൊണ്ട് തന്നെ എടപ്പള്ളി പോകുമ്പോഴും കൊട്ടാരക്കര പോകുമ്പോഴും പഴവങ്ങാടി പോകുമ്പോഴൊക്കെ കുട്ടികൾ കാണുന്ന ഈ ഭഗവാന്റെ രൂപം കണ്ട് ആ കുട്ടികൾ നിങ്ങളോട് ചോദിക്കും, അമ്മ അച്ഛ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഭഗവാന് ആനയുടെ തല കിട്ടിയത്? അല്ലെ, സ്വാഭാവികമായിട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളൊരു കഥ പറഞ്ഞു കൊടുക്കും. ഭഗവതിയെ കാവൽ നീക്കാനായിട്ടൊരു കുട്ടിയെ ഭഗവതി ജനിപ്പിച്ചതും, മഹാദേവൻ വന്ന സമയത്ത് മഹാദേവന്റെ തൃശൂലം കൊണ്ട് ആ കുട്ടിയുടെ കഴുത്തറുക്കപ്പെട്ടതും, പിന്നീട് ഒരു ആനയുടെ തല വെച്ചു കൊടുത്തതുമായിട്ടുള്ള കഥ ആ കുട്ടി പഠിക്കും. ആ കുട്ടി അത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കും. പിന്നെ ഒരു കുട്ടിയെ അവൻ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഈ കഥ വെള്ളം തൊടാതെ അവൻ തിരിച്ചു പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആനത്തലുള്ളൊരു ദൈവമായിട്ട് മഹാഗണപതി നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കപ്പെടും. അങ്ങനെ പാടില്ല എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഭഗവാൻ ആനയുടെ തല ഉള്ളതെന്നൊരു കുട്ടി നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഈ കഥയല്ലാതെ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കഥകളും അതിന്റെ പുറകിലുള്ള തത്വാംശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇതൊന്നും വെറും കഥകൾ മാത്രമല്ല, അതിലൂടെ പഠിക്കേണ്ടത് പഠിക്കണം എന്നാണ്. ശ്രീമദ് ഭാഗവതത്തെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഭാഗവതം ഹംസത്തിന്റെ സ്വഭാവമുള്ള ആളുകൾക്ക് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഹംസത്തിന് പാലും വെള്ളവും ചേർന്ന് മിശ്രിതം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാല് മാത്രം വേർതിരിച്ച് കുടിക്കാനുള്ള കഴിവുണ്ട്. അത്ര വെള്ളം അവിടെ തന്നെ ഉപേക്ഷിക്കുന്നു. ഏത് കഥ കേട്ടാലും ആ കഥയിൽ നിന്ന് എടുക്കേണ്ട തത്വം എന്തോ അതെടുക്കാനും ബാക്കി അവിടെ ഉപേക്ഷിക്കാനും നമുക്ക് സാധിക്കണം. ഇന്നും നിങ്ങളോട് ഭഗവാൻ കൃഷ്ണൻ പെൺകുട്ടികളുടെ വസ്ത്രം കൊണ്ടുപോയിട്ട് മുകളിൽ കെട്ടിത്തൂക്കിയിട്ട് ഡ്രസ്സില്ലാണ്ട് കയറി വരാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമില്ല. കാരണം നമ്മൾ അതിന്റെ പുറകിലുള്ള തത്വാംശം എന്താണെന്ന് പഠിച്ചിട്ടില്ല. ഭഗവാൻ രാധയെ ഉപേക്ഷിച്ച് വൃന്ദാവനത്തിൽ നിന്ന് പോയി കംസനെയൊക്കെ കൊന്ന് രുക്മിണിയൊക്കെ കല്യാണം കഴിച്ചില്ലേ, പാവൻ രാധ ഒറ്റയ്ക്ക് അകലേക്ക് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഉത്തരമില്ല. അതിന്റെ പുറകിലുള്ള തത്വം നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള എളിയ അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഏത് കഥ നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിലും ആ കഥയ്ക്ക് പുറകിലുള്ള തത്വാംശത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മഹാഗണപതി ഭഗവാന്റെ തല ആനയുടെയും അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനം
ഏറ്റവും ചെറിയ എലിയുമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ സസ്തിനിയായിട്ടുള്ള എലിയെ അദ്ദേഹം വാഹനാക്കി വെക്കുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സസ്തിനിയായിട്ടുള്ള ആനയെ അദ്ദേഹത്തിന്റെ മുഖത്തിലേക്ക് അദ്ദേഹം സ്വാംശീകരിക്കുന്നു. ഏറ്റവും ചെറുതിലും ഏറ്റവും വലുതിലുമുള്ളത് ബ്രഹ്മബോധമാണ് എന്നാണ് ഈ രൂപം ആത്യന്തികമായിട്ട് കാണിച്ചു തരുന്നത്. അല്ലാതെ ഒരു ആനയുടെ തലയുള്ള ഒരു ഈശ്വരനായിട്ട് നിങ്ങൾ ഭഗവാനെ കാണരുത്. ഏറ്റവും ചെറുതിലുള്ളതും ഞാൻ തന്നെയാണ്, ഏറ്റവും വലുതിലുള്ളതും ഞാൻ തന്നെയാണ്. നമ്മൾ എളുപ്പത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, ഈ തൂണിലും തുരുമ്പിലും ഞാൻ ഉണ്ട് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷ രൂപമാണ് ഈ കാണുന്ന ഭഗവാന്റെ ഭാവം.